അയ്യോ എന്റെ കുഞ്ഞുമോളങ്ങ് തടിച്ച് വീട്ടിലെ പോലെ തന്നെ അല്ലടി. ഇവിടെ ആക്കം കൊടുക്കാൻ ഒറ്റക്കിരുന്ന് കയറ്റി ഒരുക്കി. എടാ മോനെ, വീട്ടിൽ നിന്ന് ആരും വരാത്തതിനെ കൊണ്ടേ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുവോ. അളിയന് ഒന്ന് പോയി മിണ്ടടാ. മിണ്ട്. ദേഷ്യപ്പെടൂ. ഇല്ല നീ ചെല്ല്. അളിയ തൃക്കേട്ട ചന്ദ്രൻ അഥവാ ചന്ദ്രൻ തൃക്കേട്ട. ഇതെന്നാ ഈ പേര് നാളെ ഒരുമിച്ച് പറയണേ? ഞാൻ പണ്ടോട്ട് എങ്ങനെ അളിയ പേരിന്റെ കൂടെ നാള് പറഞ്ഞ് എനിക്കൊക്കെ ശീലമായി പോയി. ഓ എന്തായാലും എനിക്ക് സമാധാനായി. എന്റെ തീക്കട്ട വന്നല്ല. എന്റെ പൊന്നോ, നിന്റെ തീക്കട്ട നീ തന്നെ വച്ചോ. എന്റെ ദൈവമേ, അളിയൻ ആദ്യമായിട്ട് വന്നേക്കണ കണ്ടോ, വന്ന് നിക്കണം നിപ്പ് കണ്ടോ. എന്റെ പുന്നാരളിയൻ ഇന്ന് കിടുക്കൻ ട്രീറ്റ് ആയിരിക്കും ഞാനിവിടെ. ഇപ്പൊ എന്നാ കൊടുക്കണേ? അതെ, നല്ല വരാല് കറി വെച്ചെടുക്കട്ടെ. അയ്യോ ഞാൻ വെജ് കഴിക്കാറുള്ളൂ. ഞങ്ങള് വച്ച് തന്നെ, അല്ലാണ്ട് പച്ചക്കല്ല തിന്നണത്. ആണോ? ഒരു കാര്യം ചെയ്യാം, കായലിൽ നിന്ന് നല്ല കക്ക പിടിച്ചാലോ. കുഞ്ഞോളെ ഞാൻ ഇതൊന്നും കഴിക്കൂല. പറ കുഞ്ഞോളെ. അവൻ വെജിറ്റേറിയൻ ആണെന്നേ. ചെമ്മീൻ ഇല്ല കഴിക്കൂല. അതുമില്ലേ? ഇല്ല കഴിക്കൂല. എന്റെ ദൈവം, ഒരു കാര്യം ചെയ്യാം, വന്നേ പോടി അവിടെ പോടി, ഒരു ബീർ അടിച്ചാൽ. അത് കഴിക്കില്ലേ? കള്ളു കുടിക്കില്ല. ഒന്ന് പുകച്ചാലോ? സിഗരറ്റ്? അതുമില്ല. അയ്യോ ഇത്രയും നാള് വീടിന്റെ ഏത് മൂലക്കെ കൊണ്ട് ഇരുത്തിയാർന്നടി ഈ സാധനത്തിന്. എന്റെ ദൈവമേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ മനുഷ്യ, അത്രയ്ക്ക് നിഷ്കളങ്കന എന്റെ അനിയൻ. ആണോ? പക്ഷെ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് അളിയാ, ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് ചൂണ്ടയിട്ട് പിടിച്ച വരാലാണ്, ഒരു കഷ്ണം കഴിക്കണം. ഞാൻ കഴിക്കൂല അളിയ, പ്രത്യേകിച്ച് ചൂണ്ടയിട്ട മീനല്ലേ അളിയ. നമ്മൾ ഈ ചൂണ്ടയിൽ ആഹാരം കൊടുത്തല്ലേ ഇതിലോട്ട് ഇടുന്നത്. സ്വാഭാവികം. അപ്പൊ വിശന്ന് വലഞ്ഞ് തീറ്റെന്നും പറഞ്ഞ് വന്നല്ലേ ഈ മീൻ ഇതിൽ കൊത്തുന്നത്. അപ്പൊ അതിന്റെ ഇവിടെയല്ലേ കൊളുത്ത് വീഴുന്നത്. വിശന്ന് വലഞ്ഞ് വരുന്ന മീനിനെ നമ്മൾ പിടിച്ചിട്ട് വിശപ്പ് മാറ്റാൻ വേണ്ടി കഴിക്കുന്നത് തെറ്റല്ലേ അളിയ? കപ്പ പുഴുങ്ങിയാർന്നോ? പുഴുങ്ങി. എന്നാ ഇവിടെ നിന്ന് പുഴുങ്ങാതെ നമ്മള് പോയിട്ട് ആ പുഴുങ്ങിയ കപ്പ എടുത്തോണ്ട് പോവാ. എന്റെ പുഴുങ്ങിയ അളിയനെ കൊടുക്കാം. അളിയോ, കല്യാണത്തിനൊന്നും താല്പര്യമില്ല. പെങ്ങൾ കുറെ കാലം കൊണ്ട് നിർബന്ധിക്കുന്നുണ്ട്. അവളടുത്ത് ഒന്നും കല്യാണത്തിന് താല്പര്യമില്ല. ഇനി അതും വെജ് കഴിക്കാനാണോ? അയ്യോ അല്ലല്ല, പിന്നെ കല്യാണം അതല്ല. പിന്നെ 10-25 വർഷേ അച്ഛനും അമ്മയും പൊന്നുപോലെ നോക്കിയ പിള്ളേരില്ലേ, ആ പെങ്കൊച്ചിനെ ഞാൻ കെട്ടിക്കൊണ്ട് വരുന്നതൊക്കെ തെറ്റല്ലേ എളിയ? ഓരോത്തിന് കല്യാണം കഴിച്ചോണ്ട് വരുമ്പോ പെൺപിള്ളേർ അച്ഛനും അമ്മയും കെട്ടിപ്പിടിച്ച് കരയും. ഞാനാണെങ്കിൽ അവളെ കൊടുത്തിട്ട് തിരിച്ചു വരും. എനിക്ക് പറ്റൂല. എനിക്ക് പറ്റൂല. എനിക്ക് കല്യാണം പറ്റൂല അളിയ. ഈ കലങ്കേല് തലയിടിച്ചങ്ങ് ചത്താലോ ഞാൻ. എന്തായാലും ഒരു കാര്യം, ഒന്ന് കുളിച്ചാലോ നമുക്ക്? കുളിക്കാനാ? നല്ല അടിപൊളി വെള്ളം. അയ്യോ വെള്ളം മാറി കുളിച്ചാ എനിക്ക് പറ്റൂല. വെള്ളം മാറി കുളിക്കണ്ട, വെള്ളം അവിടെ കിടന്നോട്ട് ആ വെള്ളത്തിൽ തന്നെ കുളിക്കാലോ. അയ്യോ അതല്ല, വീട്ടിലെ കിണറ്റിലെ വെള്ളത്തിലേ കുളിക്കാൻ പറ്റുള്ളൂ, ഇല്ല ജലദോഷം വരും. ആണോ? അന്നൊരു കാര്യം, കള്ളു കുടിച്ചാലോ? പക്ഷെ എന്റെ ദൈവം, ഇത് ലോക കെണിയായാലോ. ഇത് ഞാൻ 2 ലിറ്റർ കള്ളും മേടിച്ച്. ഒരു കാര്യം ചെയ്യേ, അളിയിൽ ഇവിടെ ഇരിക്കേ, ഇത് പിടിച്ചേ. ഇതെന്നാന്ന് അറിയാമോ? ഇതാണ് തവി. പറഞ്ഞേ, തവി. നമ്മളെ കൂട്ടാനൊക്കെ ഇളക്കണതാ. അപ്പൊ ഞാൻ ഈ കള്ളായിട്ട് വരുമ്പോഴത്തേക്കും വെറുതെ ഈ മീൻകറി ഒന്ന് വാങ്ങി വെച്ചേക്കണേ. ഇവിടെ ഇരിക്കില്ല, പിന്നെ എന്തിനാ വേറെ വാങ്ങി വെക്കുന്നത്? അങ്ങനെയുള്ള തമാശക്ക് ഇത് എവിടുന്ന് വന്നടാവേത്? അതെ, മീൻകറി നോക്കണം. ഞാൻ പോയിട്ട് വരാം കേട്ടോ, ശ്രദ്ധിച്ചേക്കണേ. വരാലാണേ, വരാലേ കറി വെച്ച് കഴിക്കും ഇന്ന്. എന്നെ കൊല്ലുന്ന്, എന്റെ പെങ്ങളെ എന്നെ കൊല്ലുന്ന്, എന്നെ കൊല്ലുന്ന്. കള്ളെന്ന സ്വർഗീയ പാനീയം തേന്റെ മണ്ടയിലാണെന്ന സത്യം കണ്ടുപിടിച്ചൊരു കൂട്ടുകാരാ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. കണ്ടുപിടിച്ചൊരു കൂട്ടുകാരാ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. എടാ വാഴ പോലെ നിൽക്കാണ്ട് കളിക്ക്. കണ്ടുപിടിച്ചൊരു കൂട്ടുകാരാ നിന്നാമം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ വീട്ടിൽ പോണേ. എന്തിന്? ചിഞ്ചു വരും. ആ ഈ ചിഞ്ചു ആര്? പ്രൈവറ്റ് ബസ്. ഞാൻ പോണേ. പേടിക്കണ്ട. അവളിപ്പോ വടിവാളായിട്ട് വരും. അയ്യോ